വിശദാംശങ്ങൾ നൽകാൻ ഷൈജു ആലപ്പുഴയിൽ നിന്ന്. ഷൈജു, അനിൽ ബോസ് അടക്കമുള്ള നേതാക്കൾക്കൊക്കെ കുട്ടനാട് സീറ്റ് ഇങ്ങനെ ഘടകകക്ഷികൾക്ക് നൽകുന്നതിൽ കാര്യമായ അതൃപ്തി മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇക്കുറി കുറെ കൂടി കടുപ്പമേറും എന്നതിന്റെ സൂചനയാണോ അനിൽ ബോസിന്റെ ഈ വാക്കുകൾ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം കുട്ടനാട്ടിൽ കോൺഗ്രസിന് 2 ബ്ലോക്ക് കമ്മിറ്റികളാണുള്ളത്, നോർത്ത്, സൗത്ത്. ഈ 2 ബ്ലോക്ക് കമ്മിറ്റികളും നേരത്തെ തന്നെ പ്രമേയം പാസാക്കി കോൺഗ്രസ് നേതൃത്വത്തോട് ഈ സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം കേരള കോൺഗ്രസിന്റെ എല്ലാ വിഭാഗങ്ങളും കേരള കോൺഗ്രസ് പിളരുമ്പോഴും യോജിക്കുമ്പോഴും ഒക്കെ കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങൾ മത്സരിച്ചു. അതിനിടയ്ക്ക് കോൺഗ്രസിൽ നിന്ന് പോയ കരുണാകരൻ നേതൃത്വത്തിലുള്ള DIC മത്സരിച്ചു. DIC പിന്നീട് NCPയിൽ വന്നതിന് ശേഷമാണ് അത് NCPയുടെ സീറ്റായി മാറുകയും ചെയ്യുന്നത്. NCP പിൽക്കാലത്ത് ഈ ഇടതുമുന്നണിയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും UDFനകത്ത് ഇത് കേരള കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്നതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണ ജോസഫ് വിഭാഗത്തിന് വേണ്ടിയിട്ട് പലരും അവിടെ രംഗത്തിറങ്ങുന്നു, മത്സരിക്കാൻ ശ്രമം നടത്തുന്നു. അതിൽ വലിയൊരു മുതലാളി ഇറങ്ങുന്നു എന്ന ഒരു സൂചന ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ കൊടുക്കാനുള്ള ഒരു സീറ്റല്ല കുട്ടനാട് സീറ്റ് എന്നതും. കുട്ടനാട് സീറ്റിൽ പതിറ്റാണ്ടുകളായി ഇത്തരം ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ പരീക്ഷണങ്ങളൊന്നും വിജയിച്ച് കാണുന്നില്ല. അതുകൊണ്ട് ആരെയെങ്കിലുമൊക്കെ കെട്ടിയിറക്കിയാൽ അത് ചുമക്കാനുള്ള ചുമട്ടുകാരല്ല കുട്ടനാട്ടിലെ കോൺഗ്രസുകാർ എന്ന് തുറന്നടിക്കുകയാണ് കോൺഗ്രസ് വക്താവ് അനിൽ ബോസ് ചെയ്യുന്നത്. അതുകൊണ്ട് മത്സരിക്കുന്നത് ആരായാലും അത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാളായിരിക്കണം. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കുട്ടനാട്ടിൽ ഉണ്ടാവണം എന്നതാണ്. കാരണം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രമേശ് ചെന്നിത്തല മാത്രമാണ് UDF ടിക്കറ്റിൽ നിന്നും ഇപ്പോൾ നിയമസഭയ്ക്കകത്തുള്ളത്. അതുകൊണ്ട് ജില്ലയിലെ പല മണ്ഡലങ്ങളും പിടിക്കുന്നതിന്റെ ഭാഗമായി കുട്ടനാട് പിടിക്കണമെങ്കിൽ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവണം എന്നതാണ്. ഘടകകക്ഷികൾക്ക് മറ്റേതെങ്കിലുമൊക്കെ സീറ്റ് നൽകുന്നതിലൊന്നും പരാതിയില്ല. പക്ഷേ കുട്ടനാടിന്റെ ഒരു പാരമ്പര്യവും അവിടെ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനവും ഒക്കെ പരിഗണിച്ചിട്ട് അത് കോൺഗ്രസിന് വേണം എന്നൊരാവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ജോസഫ് വിഭാഗത്തിൽ നിന്നും രംഗത്തുള്ളയാൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും കേവലം ചാരിറ്റി പ്രവർത്തനമാണെന്നും അതിനെ രാഷ്ട്രീയ പ്രവർത്തനമായി കാണാൻ കഴിയില്ല എന്ന ഒരു വാദമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ളത്. കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവ് തന്നെ രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ മണ്ഡലം ബ്ലോക്ക് തലങ്ങളിലൊക്കെയുള്ള ആളുകളാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഒരു സീറ്റ് തങ്ങളുടെ പാർട്ടിക്ക് തന്നെ വേണം എന്ന ആവശ്യവുമായി കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് തന്നെ രംഗത്ത് വരുന്നു എന്നതാണ്. അതുകൊണ്ട് കുട്ടനാട് സീറ്റിനെ ചൊല്ലിയുള്ള ഒരു തർക്കം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇത് ഇടതുമുന്നണിയിലും ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ CPMന്റെ ജില്ലാ സമ്മേളന കാലത്ത് അടക്കം അത് കാണുകയും ചെയ്തതാണ്. കാരണം CPMന്റെ ജില്ലാ സെക്രട്ടറി കുട്ടനാട് MLA വിമർശിച്ച് രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇരു മുന്നണികളിലും ഇടതുമുന്നണിയിൽ CPMനും UDFനകത്ത് കോൺഗ്രസിനും ഈ സീറ്റ് വേണം എന്ന ഒരു വാദം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ 2 പാർട്ടികളും നേർക്കുനേരെ മത്സരിച്ചാൽ കടുത്ത മത്സരം ഉണ്ടാവാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അനിൽ ബോസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.